ഐ ആം സോറി. ലേറ്റ് ആയി പോയി സാർ. സമയം പോണു. ഇനി ഒരുപാട് സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാനുള്ളതാ. ഓക്കെ. അപ്പോ നമുക്ക് പുറത്ത് ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോ ചടങ്ങ് തുടങ്ങലച്ചാ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കൂ. ഞാൻ വേണേ വലുതാലം വെച്ച് തുടങ്ങിത്തരാം. ഇട്ടിച്ചോട് മക്കളോട് പറഞ്ഞേക്ക്, ഞാൻ പഴയ സോളമനല്ലെന്ന്. കൊണ്ടും കൊടുത്തും അറപ്പ് മാറിയ ഒരു ചേട്ടനുള്ള സോളമനാന്ന്. ഇതാണ് കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. എനിക്കിഷ്ടായി. ഇഷ്ടായല്ലേ? എനിക്കറിയാം ഇഷ്ടാവൂന്ന്. ഇതാ നമ്മുടെ ഉണ്ണി. ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ല ഈ അളിയന്റെ തമാശ. പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ? ഉരുട്ടി വിഴുങ്ങവൻ. ചേച്ചിയാ? ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങളെ ചേച്ചിന്ന് വിളിക്കാം. ഈ പാവത്തിന് ഒരു മൃഗത്തെ പോലെ വഴി കൊണ്ട് തള്ളിയതും പോരാ, വീണ്ടും വന്ന ആളാവുക. പാവോ? നിർത്ത്. തൂടാ. ലത, തല തിരിഞ്ഞാൽ ലത, മിസ്സിസ് ലത തല. എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ. ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാടാറ് ടീമാണ്. ആടാർന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ബോംബെ ആരാധകരെ ശാന്തരാകുകയും. എടോ പണിക്കരെ, ഉണ്ണി വന്നു. എവിടെ നിക്കണു ഉണ്ണി? നീ അങ്ങ് തടിച്ചേ നിക്കണു ഉണ്ണി. ഓ അയ്യോ, തൃപ്തിയായി. അയ്യോ, ഇത്രയും കാലം അലഞ്ഞിരുന്ന് നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവം. എന്റെ ഉണ്ണി, അന്ന് നീ എവിടേക്കാ പോയി? ഞാൻ എന്റെ കഴുത്തിൽ കയറ് കെട്ടിട്ട് അത് ഞാൻ ഇട്ട് തരാം. എന്നിട്ട് എന്നെ വലിക്കണേ. അപ്പൊ ഞാൻ വരാം. സാറേ, നമുക്കിവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാലോ? ഞാൻ വളർത്തിക്കോളാം. അതെ. റെഡി ബോസ്, പ്ലീസ് കം ഓൺ. നമസ്കാരം. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. വല്ലാത്ത ചതിയായി പോയി. കള്ളപ്പന്നി. വെൽക്കം ബോസ്. ഐ മീൻ ദ ന്യൂ ബോസ്. താങ്ക് യു. കുട്ടിക്ക് എന്താണ് എന്റെ ഓട്ടോഗ്രാഫ്? ഞാനൊരു ഫാനാ. നമ്പീശൻ വക്കീലെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഓ, കണ്ടതിൽ സന്തോഷം. സംഭവം കിട്ടിക്കിട്ടുണ്ട്. സൂപ്പർ. താങ്ക് യു. ஜானாகிய நீ ஏஞ்சலை திருமணம் செய்து கொள்ள சம்மதமா? சம்மதம் ஃபாதர். எதுக்கு இத்தனை சம்மதம்? பொறு, கொடுப்பாங்க. हुकुम, टाइगर का हुकुम. കണ്ട
കണ്ടാലും മിണ്ടിയാലും തോന്നിയില്ലെങ്കിലും നമുക്കൊന്നും അളക്കാൻ പറ്റാത്തത്രയും കാശായി സ്വാമി എന്നതിന്റെ പത്താഴത്തിൽ. അത് ശരിയാ, കാശ് എന്റേതാണ്. പക്ഷെ ഞാൻ ഒരു അറു പിശുക്കനാണ്, ആർക്കും 5 പൈസ കൊടുക്കില്ല. ബട്ട് ഇവൻ ചോദിച്ചാൽ ഞാൻ കാശല്ല എന്റെ ലൈഫ് വരെ കൊടുക്കും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ. അതല്ല, നിന്നെ ഞാൻ എവിടെയോ ഇല്ല. നോക്കട്ടെ. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. അത് വേണോ? വേണം. എടാ എൽദോ, നിന്നെ തിരുമേലെടുത്തടാ. നിന്നെ തിരുമേലേക്ക് കൊണ്ടുപോകാനാണ് ആശാൻ കാറും കൊണ്ടുവന്നേക്കണത്. ഈ സുന്ദരിയല്ല ആരാ പറഞ്ഞു? ഇങ്ങോട്ട് വാ. അവൻ വരണം, എന്നാലേ നടക്കൂ. വിളിക്കാൻ. உண்மையிலே வர சொன்னாங்களா? சார் என்ன சார் இப்படி கேக்குறீங்க? சத்தியமா வர சொல்லிட்டாங்க சார். ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ലോകത്ത് ഇതുപോലെ അമ്മായിയപ്പനെ മരിമോനെ ഇനി ഒത്തുകിട്ട. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ. തനി രാവണൻ. 10 തലയാ ഇവന്. That is money. Money makes power. Power manipulates everything. I'm so rich. Beyond your reach. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം.